വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ബയോടെക്നോളജി സെക്കൻഡ് പാർട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സിൻ്റെ നോട്ട്സ് ആണുള്ളത്. കൂടാതെ അവയിൽ നിന്ന് വരാവുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടാതെ ഉത്തരങ്ങളുടെ എക്സ്പ്ലനേഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക് ആൻഡ് ആപ്ലിക്കേഷൻസും കൂടാതെ മോളിക്കുലർ മാർക്കേഴ്സ് ആൻഡ് വെക്ടേഴ്സും ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. മുമ്പത്തെ ക്ലാസ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് പിന്നെ ആയിരുന്നു നോട്ട്സ് തന്നിരുന്നത്. അപ്പോൾ കുറച്ച് പേര് സജസ്റ്റ് ചെയ്തു ഇങ്ങനെ ആദ്യം നോട്ട്സ് ഇട്ടിട്ട് പിന്നെ ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും കൂടുതൽ ഈസി ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ നോട്ട്സാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പം അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറിങ് പ്ലാന്റ്സ്. അപ്പം ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് 4-5 മെത്തേഡ്സ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ്. റോഡ് ഷേപ്ഡ് ആണ്. സോയിൽ ബാക്ടീരിയം ആണ്. വിച്ച് കോസസ് ക്രൗൺ ഗോൾ ഡിസീസ് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ക്രൗൺ ഗോൾ ഡിസീസ് അല്ലെങ്കിൽ ട്യൂമർ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത്. Okay, the bacterium contains a plasmid called TI plasmid. Okay, and TI plasmidനകത്തുള്ള DNA കണ്ടന്റിന് പറയുന്ന പേരാണ് TDNA. ഓക്കെ, അപ്പോൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്കുള്ളിൽ വരുന്ന പ്ലാസ്മിഡ് ആണ് TI പ്ലാസ്മിഡ്. അവയുടെ പ്ലാസ്മിഡിനകത്തുള്ള DNA കണ്ടന്റിന് പറയുന്ന പേരാണെങ്കിൽ TDNA എന്നാണ്. ഓക്കെ, when the bacterium infects the plant, the tDNA gets integrated into the genome of the host plant. This causes tumor in plants because of the tumor-inducing genes in tDNA. ഓക്കെ, ഈ TDNAക്കകത്തുള്ള ചില ട്യൂമർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ജീൻസ് ഉണ്ട്. അവ കാരണം ഈ ബാക്ടീരിയയിലേക്ക് ഈ TDNA ഇൻ്റഗ്രേറ്റഡ് ഈ ബാക്ടീരിയം ഒരു പ്ലാന്റിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആകുമ്പോഴത്തേന് ഈ TDNA എന്ത് ചെയ്യും? ആ ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ജീനോമിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആവും. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? ആ പ്ലാന്റിൻ്റെ അകത്ത് ട്യൂമർ അല്ലെങ്കിൽ ക്രൗൺ ഗോൾ ഡിസീസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആ TDNAയിലുള്ള ജീൻസ് ആണ് ഈ ട്യൂമർ കോസിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ ആ DNA ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നത് കൊണ്ട് ഇവയെ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനെ നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ബാക്ടീരിയമാണ് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ്. ഓക്കെ, സോ through genetic engineering technique, the tumor-inducing region is removed from the tDNA and replaced by the genes which has to be transferred to the plant. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയേഴ്സ് ചെയ്യുന്നത്? എന്താണ്? ഇതിനകത്തുള്ള TDNA അങ്ങ് റിമൂവ് ചെയ്യും. TDNAക്കകത്തുള്ള ആ ട്യൂമർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള റീജിയൻസ് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പകരം നമുക്ക് ഏത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണോ നമുക്ക് ഒരു ഹോസ്റ്റ് പ്ലാന്റിലേക്ക് നമുക്ക് കൊണ്ടു കൊടുക്കേണ്ടത്, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ അത് നമ്മൾ ഈ പറഞ്ഞ TDNAയുടെ ട്യൂമർ ഇൻഡ്യൂസിങ് റീജിയന് പകരമായിട്ട് നമ്മൾ അവിടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴത്തേന് ഈ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പോയിട്ട് ഹോസ്റ്റ് ജീനോമിൽ പോയി ഡിസൈഡ് പൊസിഷനിൽ പോയി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ TI പ്ലാസ്മിഡിന് ഒരു സ്ട്രക്ചറുണ്ട്. ഓക്കെ, എന്തൊക്കെ റീജിയൻസ് ആണ് TI പ്ലാസ്മിഡിനുള്ളത്? ഇവിടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ TI പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജാണ്. അതുപോലെ തന്നെ സർക്കുലർ ആണ്. ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂളാണ്. ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു TI പ്ലാസ്മിഡ്. അപ്പോൾ TI പ്ലാസ്മിഡിനകത്ത് പ്രധാനമായിട്ടും 4 റീജിയൻസ് ആണുള്ളത്. TDNA പോർഷൻ ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, വിർ റീജിയൻ അഥവാ വിർലൻസ് റീജിയൻ, ദെൻ ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻ. ഓക്കെ, അത്രയും റീജിയൻസ് ആണ് പ്രധാനമായിട്ടും ഒരു TI പ്ലാസ്മിഡിനകത്ത് ഉള്ളത്. TI plasmid are thus natural gene vectors which contains all the functions necessary for the transfer, incorporation and expression of the genetic information in plants. അപ്പോൾ TI പ്ലാസ്മിഡിനകത്ത് ഇതൊരു ജനറ്റിക് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാന്റിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവയുടെ ജീനോമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവിടെ ഇരുന്ന് ഈ ജീൻ എക്സ്പ്രസ് ചെയ്യാനുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ TA പ്ലാസ്മിഡിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, the tDNA region is flanked by 25 base pairs direct repeats at its borders, which are essential for its integration into the plant genome known as tDNA borders. Okay, ഈ tDNA റീജിയൻസിൻ്റെ എന്താണ് സൈഡിലായിട്ട് എന്തുണ്ട് 25 ബേസ് പെയർ ഡയറക്റ്റ് റിപ്പീറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിങ്ങനെ ഫ്ലാങ്കിങ് റീജിയൻസ് ആയിട്ട് കിടക്കുകയാണ്. ആ റീജിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പ്ലാന്റ് ജീനോമിനകത്തേക്ക് ഇവയ്ക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലാങ്കിങ് റീജിയൻ എന്ന് പറയുന്നത്. ആ ഒരു റീജിയൻ എന്ന് പറയുന്ന പേരാണ് tDNA ബോർഡേഴ്സ്. ഓക്കെ, അതിൻ്റെ tDNAക്ക് 2 ബോർഡർ ഉണ്ട്, ലെഫ്റ്റ് ബോർഡറും ഉണ്ട്, റൈറ്റ് ബോർഡറും ഉണ്ട്. ആ 2 ബോർഡറിലും 25 ബേസ് പേസ് ഡയറക്റ്റ് റിപ്പീറ്റ് ആയിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട്. ഓക്കെ, ആ റീജിയൻസിന് പറയുന്ന പേരാണ് tDNA ബോർഡേഴ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഷോൺ ദാറ്റ് എനി ജീൻ ഫ്ലാങ്ക്ഡ് ബൈ ദീസ് 25 ബേസ് പെയർ റിപ്പീറ്റ് സീക്വൻസസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ പ്ലാന്റ് സെൽ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലും 25 ഉണ്ട്, ഇപ്പുറത്തെ റൈറ്റ് സൈഡിലും 25 ഉണ്ട്. ഇതിനിടയ്ക്കായിട്ടാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 2 റിപ്പീറ്റ് സീക്വൻസിൻ്റെ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ എന്ത് സീക്വൻസ് കൊടുത്താലും അത് എന്ത് സംഭവിക്കും, അത് പ്ലാന്റിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, tDNA ക്യാരീസ് ദ ജീൻ ഫോർ ഒപ്പൈൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ജീൻസൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ TA പ്ലാസ്മിഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, വിറുലൻസ് റീജിയൻ ഉണ്ട്, ഒപ്പൈൻ കാറ്റബോളിസത്തിന് വേണ്ടിയിട്ടുള്ള റീജിയൻസ് ഉണ്ട്. ഈ ബ്ലൂ കളറിൽ ആരോ കാണിച്ചേക്കുന്ന അത്രയും പോർഷനാണ് tDNA റീജിയൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ബോർഡർ ഉണ്ട്, റൈറ്റ് ബോർഡർ ഉണ്ട്. അവയ്ക്കുള്ളിൽ ഓക്സിൻ, സൈറ്റോകൈനിൻ, ഒപ്പൈൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള റീജിയൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, ദെൻ വിറുലൻസ് റീജിയൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓരോ വിറുലൻസ് ജീനിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ജീൻസ് ഇൻ ദി വിറുലൻസ് റീജിയൻ ആർ ഗ്രൂപ്ഡ് ഇൻ ടു 8 ഒപ്പറോൺസ്. ഏതൊക്കെയാണ്? ABCDEFGH, അങ്ങനെ 8 ഒപ്പറോൺസ് ആണ് ഈ വിറുലൻസ് റീജിയനിൽ ഉള്ളത്. ഓക്കെ, which codes for the enzymes responsible for mediating conjugative transfer of tDNA into plant cell. അപ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ ഒരു tDNA പ്ലാന്റ് സെല്ലിലേക്ക് കോൺജുഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ഉണ്ടാക്കുന്ന ഒപ്പറോൺസ് ആണ് ഈ പറഞ്ഞത് 8 എണ്ണം. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻ നോക്കിയാൽ വിറുലൻസ് A അല്ലെങ്കിൽ വിർ A എന്ന് പറയുന്നത് codes for a receptor which react to the presence of phenolic compounds such as acetosyringeone or acetovaline which leak out of damaged plant tissue. ഒരു പ്ലാന്റ് ഡാമേജ്ഡ് ആയാൽ അതിൻ്റെ അകത്തുനിന്ന് അസറ്റോസിറിഞ്ചോൺ അല്ലെങ്കിൽ വാനിലോൺ പോലത്തെ ചില ഫീനോളിക് സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് അല്ലെങ്കിൽ ഫീനോളിക് കോമ്പൗണ്ട്സ് റിലീസ് ആവും. അപ്പോൾ അവയെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില റിസപ്റ്റേഴ്സ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഇവയെ റിസപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ അഗ്രോ ബാക്ടീരിയത്തിന് ഇതിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യാനുള്ളൊരു ട്രിഗർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ വിർ A ആണ് സ്റ്റാർട്ടിങ്. ഓക്കെ, വിർ A ആണ് ഈ പറഞ്ഞ ഈ അസറ്റോസിറിഞ്ചോൺ ഒക്കെ വരുമ്പോഴത്തേന് ഇവയ്ക്ക് ഒരു റിസപ്റ്റർ കോഡ് ചെയ്യുന്നത്. റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ ആ പ്രോട്ടീനെ അല്ലെങ്കിൽ ഒരു എൻസൈമിനെ ഉണ്ടാക്കുന്ന ആളാണ് ഈ വിർ A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പ്ലാന്റ് ഈ പറഞ്ഞ അസറ്റോസിറിഞ്ചോൺ പോലത്തെ ഫിനോളിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇവയ്ക്ക് ഒരു സിഗ്നൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു റിസപ്റ്ററാണ് ഈ വിർ A ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, വിർ B എന്ന് പറയുന്നത് എൻകോഡ്സ് പ്രോട്ടീൻ വിച്ച് പ്രൊഡ്യൂസ് എ പോർ അല്ലെങ്കിൽ പൈലസ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, കോൺജുഗേഷൻ നടക്കുന്ന സമയത്ത് പോർ അല്ലെങ്കിൽ ഒരു പൈലസ് ലൈക്ക് സ്ട്രക്ചറിനെ എൻകോഡ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യുന്ന ആളാണ് വിർ B. വിർ C എന്ന് പറയുന്ന ഒരു ഓവർ ഡ്രൈവ് സീക്വൻസ് ആണ്. Then where D1 and D2 produce endonucleases which target the direct repeat borders of the tDNA segments.
എൻഡോന്യൂക്ലിയസസ് ആണ്. എന്ന് വെച്ചാൽ ഇന്റേണൽ കട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് എൻഡോന്യൂക്ലിയസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോർഡേഴ്സിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവയെ ഈ TDNA സെഗ്മെൻറ്റിനെ അങ്ങനെ കട്ട് ചെയ്ത TDNA സെഗ്മെൻറ്റ്സിനെ ഈ പ്ലാന്റ് ടിഷ്യൂവിലേക്കൊക്കെ കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് VIR-D1ഉം VIR-D2 ആണ്. ഓക്കെ, VIR-D4 എന്ന് പറയുന്നത് അവയുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരു കപ്ലിംഗ് പ്രോട്ടീനാണ്. ദെൻ VIR-E1 എന്ന് പറയുന്നത് ബൈൻഡ്സ് ടു T സ്ട്രാൻഡുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം ന്യൂക്ലിയസ് അറ്റാക്കിൽ നിന്ന് T സ്ട്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് VIR-E. And intercalates with lipids to form channels in the plant membrane through which the T complex passes, beginning with the right border. അതുകൂടാതെ ന്യൂക്ലിയസിൻ്റെ അറ്റാക്കിൽ നിന്ന് T സ്ട്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൂടാതെ പ്ലാന്റിൻ്റെ മെംബ്രെയിനിൽ ഒരു ലിപ്പിഡ്സ് ചാനൽ ഉണ്ടാക്കുന്നുണ്ട്. അതുവഴിയാണ് ഈ പറഞ്ഞ TDNAയുടെ കോംപ്ലക്സ് പോകുന്നത്. ആദ്യം എവിടെ നിന്നായിരിക്കും? റൈറ്റ് ബോർഡറാണ് ആദ്യം ഈ പറഞ്ഞ പ്ലാന്റിൻ്റെ ടിഷ്യൂവിനകത്തോട്ട് കയറുന്നത്. ഓക്കെ, ദെൻ VIR-G എന്താ ചെയ്യുന്നത്? ആക്ടിവേറ്റ്സ് VIR gene expression after binding to the consent sequences once it has phosphorylated by VIR-A. VIR-A ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് പറഞ്ഞു അസറ്റോസിറിജോൺ പോലുള്ള ഫൊയിനോളിക് കോമ്പൗണ്ട്സ് വരുമ്പോഴാണ് ഈ VIR-A ഉണ്ടാക്കുന്ന റിസപ്റ്റേഴ്സ് ആക്റ്റീവ് ആവുന്നത്. അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആക്റ്റീവ് ആകുന്നതാണ് VIR-G. ഈ VIR-G ആണ് ബാക്കിയുള്ള വിറുലൻസ് ജീൻസിനെയൊക്കെ എക്സ്പ്രഷനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ VIR-Aയും VIR-Gയും കൂടി ചേർന്നിട്ടാണ് ഈ ബാക്കി വിറുലൻസ് ജീനിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അവയുടെ എക്സ്പ്രഷനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, ദെൻ വേറെ കുറച്ച് ഡയറക്റ്റഡ് ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ് കൂടെ ഉണ്ട്, വെക്ടർലെസ് ആയിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? പാർട്ടിക്കിൾ ബൊംബാർഡ്മെൻറ്റ് അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ്. അതെന്താണ്? ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഗോൾഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ DNA വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് കവർ ചെയ്യും. എന്നിട്ട് അതിനെ പ്ലാന്റ് ടിഷ്യൂവിലേക്ക് ബൊംബാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് പാർട്ടിക്കിൾ ആർ പ്രൊപ്പൽഡ് അറ്റ് ഹൈ സ്പീഡ് ഇൻ ടു ടാർജറ്റ് പ്ലാന്റ് മെറ്റീരിയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? പ്രൊപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് പാർട്ടിക്കിൾ ബൊംബാർഡ്മെൻറ്റ്, ബയോലിസ്റ്റിക്സ്, മൈക്രോ പ്രൊപ്പൈൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ പോളി എഥിലീൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് അല്ലെങ്കിൽ PEG മീഡിയേറ്റഡ് ട്രാൻസ്ഫോർമേഷൻ. Plant protoplast can be transformed with naked DNA by treatment with polyethylene glycol in the presence of divalent cations. എന്താ ചെയ്യുന്നത്? പ്ലാന്റിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സെൽ വോൾ ഇല്ലാതെ ബാക്കി ഭാഗം പ്ലാസ്മ മെംബ്രെയിനും ബാക്കി സൈറ്റോപ്ലാസും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബാക്കി ഭാഗത്തിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതിനകത്തേക്ക് നമുക്കൊരു നേക്കഡ് DNA കടത്തിവിടണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ ഈ പറഞ്ഞ പ്ലാന്റ് പ്രോട്ടോപ്ലാസ്റ്റിനെ നമ്മൾ പോളിഎഥിലീൻ ഗ്ലൈക്കോളിനകത്തും അതുപോലെ തന്നെ ഒരു ഡൈവാലൻറ്റ് കാറ്റോൺ എന്ന് വെച്ചാൽ ഒരു കാൽഷ്യം പോലുള്ള ചില ഡൈവാലൻറ്റ് കാറ്റോൺസിൻ്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? ഈ PEGയും ഈ കാറ്റോൺസും എല്ലാം കൂടി കൂടിയിട്ട് ഈ പ്ലാസ്മ മെംബ്രെയിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ പെർമിയബിലിറ്റി അതിൻ്റെ കുറഞ്ഞിട്ട് ഈ പറഞ്ഞ നേക്കഡ് DNAക്ക് ഈസി ആയിട്ട് ഈ പ്രോട്ടോപ്ലാസ്റ്റിനുള്ളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായോ? അപ്പം ഈ PEGയും ഈ കാറ്റോൺസും കൂടി ഈ പ്ലാസ്മ മെംബ്രെയിനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് അവയുടെ പെർമിബിലിറ്റി കൂട്ടുന്നത് കാരണം ഈ നേക്കഡ് DNAക്ക് ഈ പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് കടക്കാനും എന്നിട്ട് ആ ജീനോമിൻ്റെ ആ പ്രോട്ടോപ്ലാസ്റ്റിനകത്തുള്ള ജീനോമിൻ്റെ ഡിസൈഡ് പൊസിഷനിൽ പോയിട്ട് അവയെ അവിടെ പോയി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കാനും ഒക്കെ സാധിക്കുന്നു. മനസ്സിലായി? Then electroporation. This method is used to deliver DNA into plant cells and protoplast. Material is incubated in a buffer solution containing DNA and subjected to high voltage electrical pulses. അപ്പം നമ്മൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബഫർ സൊല്യൂഷനകത്ത് വെച്ചിട്ട് DNA പ്ലാന്റ് സെല്ലിനകത്തേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ DNA then migrates through the high voltage induced pores in the ഹൈ വോൾട്ടേജ് വരുമ്പോഴത്തേന് ഈ പ്ലാസ്മ മെംബ്രെയിനകത്ത് പോർസ് ഉണ്ടാവുന്നു. ആ പോർസ് വഴി ഈ DNA ഉള്ളിലേക്ക് കയറി ജീനോമിൽ ചെന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ നോട്ട്സ് ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന്. അപ്പം ബാക്കി നോട്ട്സൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം ഇന്നത്തെ നോട്ട്സ് കഴിഞ്ഞു. ദെൻ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. വിറുലൻസ്
trait of Agrobacterium tumefaciens is born on options: chromosomal DNA, tumor-inducing plasmid DNA, both chromosomal and plasmid DNA, then cryptic plasmid DNA. ആൻസർ എന്ന് പറയുന്നത് ട്യൂമർ-ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് DNA ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ദെൻ വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഇൻഡ്യൂസ് ജീൻസ് ഇൻ ടു ഡൈക്കോട്സ്? ഡൈക്കോട്സിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ഏത് മെത്തേഡാണ്? ഇലക്ട്രോപോറേഷൻ, പാർട്ടിക്കിൾ ആക്സിലറേഷൻ, മൈക്രോ ഇഞ്ചെക്ഷൻ, TA പ്ലാസ്മിഡ് ഇൻഫെക്ഷൻ. ആൻസർ എന്ന് പറഞ്ഞാൽ TA പ്ലാസ്മിഡ് ഇൻഫെക്ഷൻ ആണ്. ദെൻ ഡയറക്റ്റ് DNA അപ്ടേക്ക് ബൈ പ്രോട്ടോപ്ലാസ്റ്റ് ക്യാൻ ബി സ്റ്റിമുലേറ്റഡ് ബൈ, ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, ഏതാണ്? പോളിഎഥിലീൻ ഗ്ലൈക്കോൾ ആണ് ഡയറക്റ്റ് DNA അപ്ടേക്കിൽ പ്രോട്ടോപ്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻ ദി ലിപ്പോസോം മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ ഇംപ്ലാന്റ്, nucleic acids are protected from nuclease digestion, stable in liposomes, then both A and B not stable in liposomes. അപ്പം ലിപ്പോസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള സ്ഫെറിക്കൽ സാക്ക് ഓഫ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ ആണ്. ഓക്കെ, അതൊരു വാട്ടർ ഡ്രോപ്ലെറ്റിനെ ഒക്കെ ആയിരിക്കും എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ആസ് formed artificially to carry drugs or other substances into the tissue. അതാണെന്ന് പറയുക ലിപ്പോസോം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ലിപ്പോസോം മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ മെയിനായിട്ടും എന്താ ചെയ്യുന്നത്? ന്യൂക്ലിക് ആസിഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ന്യൂക്ലിയസ് ഡൈജക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിപ്പോസോംസ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളുമാണ്. ഓക്കെ, ഈ ന്യൂക്ലിക് ആസിഡ് ലിപ്പോസോംസിനുള്ളിൽ സ്റ്റേബിളുമാണ്. അത് രണ്ടുമാണ് ആൻസർ വരുന്നത്. ദെൻ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോ പ്രൊജക്ടൈൽ മെത്തേഡ് അല്ലെങ്കിൽ ബയോലിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. മൈക്രോ പാർട്ടിക്കിൾ ബോംബാർഡ്മെൻറ്റ് എന്ന് പറയുന്നതാണ് മൈക്രോ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. Okay, micro projectile method of gene transfer in plants involves delivery of DNA with the help of micro manipulator, with the help of biolistics, with the help of needles, any of the above. Answer എന്ന് പറയുന്നത് with the help of biolistics ആണ്. ഞാൻ പറഞ്ഞായിരുന്നു മൈക്രോ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോംബാർഡ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ബയോലിസ്റ്റിക്സ് മെത്തേഡാണ്. ഓക്കെ, then which of the following genes are constitutively expressed and control the plant induced activation of other vir genes? ഇത് ഞാൻ പറഞ്ഞായിരുന്നു, മറ്റ് വിർ ജീൻസിൻ്റെ ആക്ടിവേഷനെ കൺട്രോൾ ചെയ്യുന്നതും അവയുടെ എക്സ്പ്രഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? വിർ എയും വിർ ജിയും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, then which of the following plant signal molecules regulate the expression of vir B, C, D and E in the case of tobacco? ടൊബാക്കോയുടെ കേസിൽ ബി, സി, ഡി, ഇ വിർ ജീൻസിൻ്റെയൊക്കെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന സിഗ്നൽ മോളിക്യൂൾ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് അസറ്റോസിറിൻജോൺ, ആൽഫ ഹൈഡ്രോക്സി സിറിൻജോൺ, ബോത്ത് എ ആൻഡ് ബി, ദെൻ വൺ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് രണ്ടുമാണ്. ഏതൊക്കെയാണ്? അസറ്റോസിറിൻജോണും ആൽഫ ഹൈഡ്രോക്സി സിറിൻജോണും. ദെൻ നെക്സ്റ്റ്, ദ ഡയറക്റ്റ് റിപ്പീറ്റ് ഫ്ലാങ്കിങ് ദ tDNA ഓഫ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആർ നൗൺ ആസ്, പറഞ്ഞായിരുന്നല്ലോ എന്താണ്? ബോർഡർ സീക്വൻസസ്. ദെൻ which of the following are used as selection markers for the cell transformed with agrobacterium? agrobacterium വെച്ച് ട്രാൻസ്ഫോം ചെയ്ത സെൽസിനെ എന്ത് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്? നിയോമൈസിൻ ഫോസ്ഫോ ട്രാൻസ്ഫറേസ്, ട്രെപ്റ്റോമൈസിൻ ഫോസ്ഫോ ട്രാൻസ്ഫറേസസ്, ഹൈഗ്രോമൈസിൻ ഫോസ്ഫോ ട്രാൻസ്ഫറേസസ്, ദെൻ എനി ഓഫ് ദ എബോവ്. ആൻസർ എന്ന് പറയുന്നത് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then bacteria used for the cleaning of oil. ഇത് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എക്സാംസിനൊക്കെ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഓയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? ആൻസർ ഓപ്ഷൻസ്: സ്യൂഡോമോണാസ് പ്യൂറ്റിഡ, സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ക്ലോസ്ട്രിഡിയം അസറ്റാബ്യൂട്ടിലിക്കം, റൈസോബിയം സ്പീഷീസ്. ആൻസർ എന്ന് പറയുന്നത് സ്യൂഡോമോണാസ് പ്യൂറ്റിഡയാണ്. ഓക്കെ, then vectors can be used in two different host. രണ്ട് ഡിഫറെൻറ്റ് ഹോസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സ് ഏതൊക്കെയാണ്? വെക്ടർ എന്ന് പറയുന്ന പേരെന്താണ്? ഷട്ടിൽ വെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ആ പേര് തന്നെ ഉണ്ടല്ലേ. ഓക്കെ, then biotin labeled probes are generally prepared by primer labeling, nick translation, end labeling, all of this. ആൻസർ എന്ന് പറയുന്നത് ഇത് മൂന്നിനകത്തും ബയോട്ടിൻ ലേബിൾഡ് പ്രോബ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ
ഈ 3 ഇതിനകത്തും ബയോട്ട് ലേബിൾഡ് പ്രോബ്സ് വഴിയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ കോളനി ഹൈബ്രിഡൈസേഷൻ? കോളനി ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാക്ടീരിയ കോളനിയിലൊക്കെ എന്തെങ്കിലും ഡിസൈഡ് ജീൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ആൻറ്റിബോഡി, എൻസൈംസ്, സബ്സ്ട്രേറ്റ്, പ്രോബ്. ഒരു പ്രോബിനെ യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഫസ്റ്റ് കംപ്ലീറ്റ് ജീനോം സീക്വൻസ് ഓഫ്, ഇതിനകത്ത് ഏതാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ജീനോം സീക്വൻസ്? ഏതാണ്? ഹീമോഫീലിയ ഇൻഫ്ലുവൻസയാണ് ആൻസർ. ഓക്കെ, ഫസ്റ്റ് കംപ്ലീറ്റ് ജീനോം സീക്വൻസിങ് നടന്നത് ഹീമോഫീലിയ ഇൻഫ്ലുവൻസയിലാണ്. ഓക്കെ, 1995 നടന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്ടീരിയ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഹ്യൂമൻസിൻ്റെ ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഓക്കെ, സോറി ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അതെന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഹ്യൂമൻ്റെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഒരു കോമൺ ഇൻഹാബിറ്റൻ്റ് ആണ് ഈ ഹീമോഫീലിയ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് PCR ബേസ്ഡ് മാർക്കേഴ്സ്? RAPD, AFLP, SSR, RFLP. ആൻസർ എന്ന് പറയുന്നത് RFLP ആണ്. റെസ്ട്രിക്ഷൻ, ഫ്രാഗ്മെൻ്റ് ലെങ്ത്, പോളിമോർഫിസം ആണ് RFLP എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് PCR ബേസ്ഡ് മാർക്കേഴ്സ് യൂസ് ചെയ്യാത്തത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് യൂസ്ഡ് ഫോർ ഓട്ടോമേറ്റഡ് അമിനോ ആസിഡ് സീക്വൻസിങ്? കൂട്ടത്തിൽ ഏതാണ് ഓട്ടോമേറ്റഡ് അമിനോ ആസിഡ് സീക്വൻസിങ്ങിന് യൂസ് ചെയ്യുന്നത്? സാങ്കേഴ്സ് മെത്തേഡ്, ജെൽ ഫിൽട്രേഷൻ, എഡ്മാൻസ് ഡീഗ്രഡേഷൻ മെത്തേഡ്, ഇൻഹൈഡ്രൻ മെത്തേഡ്. ആൻസർ എന്ന് പറയുന്നത് എഡ്മാൻസ് ഡീഗ്രഡേഷൻ മെത്തേഡാണ്. ഓക്കെ, ഈ എഡ്മാൻസിൻ്റെ ഡീഗ്രഡേഷൻ മെത്തേഡ് വഴി നമുക്ക് പ്രോട്ടീനിൻ്റെ അമിനോ ആസിഡ്സിൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് പ്രോട്ടീനെ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ സാധിച്ചു. ഓക്കെ, അതൊക്കെയാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് മാർക്കർ ഈസ് ഡോമിനൻറ്റ് ഇൻ നേച്ചർ? ഇതിലേതാണ്? എല്ലാം കാണപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട്. ഓക്കെ, ദെൻ DNA microarray technique is used for colony hybridization, differential screening, gene tagging and DNA analysis. ആൻസർ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ സ്ക്രീനിങ് ആണ്. ഓക്കെ, അപ്പോൾ DNA microarray എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പോട്സ് ആണ്. ഒരു സോളിഡ് സർഫസിൽ, അത് ഗ്ലാസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും സിലിക്ക ചിപ്പ് ആവാം. അപ്പം സിലിക്കോൺ ചിപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചിപ്പിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള DNA സ്പോട്സ് ആണ് ഈ DNA മൈക്രോ അറേ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും. വളരെ സ്പീഡിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു 2 ഡയമെൻഷണൽ അറേയാണ് ശരിക്കും. പാരലലായിട്ട് നമുക്ക് ഈസി ആയിട്ട് പല ഡിറ്റക്ഷനും അതിനകത്തൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA ഈസ് കോൾഡ് ആസ് റെക്കോൺ, സിസ്ട്രോൺ, മ്യൂക്കോൺ, ഓൾ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് സിസ്ട്രോൺ ആണ്. വാട്ട് ഈസ് സിസ്ട്രോൺ? സിസ്ട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരു DNA ഒരു പോർഷനാണ്. ആ പോർഷനാണ് എന്താ ചെയ്യുന്നത്? അത് mRNA ഉണ്ടാക്കുന്നു, mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പം ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA-യിൽ നിന്ന് വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ, ഒരു കാര്യം സാധിക്കാൻ ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് അതിൽ നിന്ന് ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA എന്ന് പറയുന്നത്. ഓക്കെ, റെക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും സ്മോളസ്റ്റ് യൂണിറ്റ് തന്നെയാണ്. അവിടെയാണ് ഈ ക്രോസിംഗ് ഓവറും റീകോമ്പിനേഷനും ഒക്കെ നടക്കുന്നത്. ദെൻ മ്യൂട്ടോൺ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ നടക്കുന്ന ആ ഒരു സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് മ്യൂട്ടോൺ എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ സ്മോളസ്റ്റ് യൂണിറ്റ്സ് ആണ്. പക്ഷേ ഇതിൽ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിസ്ട്രോൺ ആണ്. കാരണം അത് ഫങ്ഷണൽ പ്രോഡക്റ്റിനെ ഉണ്ടാക്കുന്നുണ്ട്, പ്രോട്ടീനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു സ്മോളസ്റ്റ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA എന്ന് ചോദിച്ചാൽ സിസ്ട്രോൺ ആണ്. ഓക്കെ, ദെൻ ഗ്രേ ബയോടെക്നോളജി ഈസ് റെഫേർഡ് ടു മെഡിക്കൽ പ്രോസസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, അഗ്രികൾച്ചറൽ പ്രോസസ്, ദെൻ അക്വാട്ടിക് പ്രോസസ്. ആൻസർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രോസസ് ആണ്. ദെൻ which kind of therapy was given in 1990 to a 4-year-old girl with adenosine deaminase deficiency? ഓക്കെ, ADA ഡെഫിഷ്യൻസി ഉള്ള ഒരു 4-year-old ഗേളിന് 1990s കൊടുത്ത
എന്ത് തെറാപ്പിയാണ് കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജീൻ തെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ജീൻ തെറാപ്പിയാണ്. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വരുന്ന കാര്യമാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ എനി ഓഫ് ദ ടെക്നിക്സ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് അവൈലബിൾ അറ്റ് പ്രസൻറ്റ്? ഓക്കെ, ഏതാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ്, DNA ഹൈബ്രിഡൈസേഷൻ, PCR, സിങ്ക് ഫിംഗർ അനാലിസിസ്. ആൻസർ എന്ന് പറഞ്ഞാൽ സിങ്ക് ഫിംഗർ അനാലിസിസ് ആണ്. അതൊന്നും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള DNA ഫിംഗർ പ്രിൻറ്റിംഗ് മെത്തേഡ്സിലൊന്നും ഉൾപ്പെടാത്ത കാര്യമാണ്. ദെൻ മോളിക്കുലർ മാർക്കേഴ്സ് ആർ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ക്രോമസോം മാപ്പിംഗ്, സൈറ്റോജനറ്റിക് മാപ്പിംഗ്, ഫിസിക്കൽ മാപ്പിംഗ്, ഓൾ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രോമസോം മാപ്പിങ്ങിന് വേണ്ടിയിട്ടും സൈറ്റോജനറ്റിക് മാപ്പിങ്ങിന് വേണ്ടിയിട്ടും ഫിസിക്കൽ മാപ്പിങ്ങിന് വേണ്ടിയിട്ടും എല്ലാം മോളിക്കുലർ മാർക്കേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. Then the variation in number of tandem repeats between two or more individuals is called VNTRs, RFLP, SSRs, AFLP. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽസ് തമ്മിൽ വരുന്ന വേരിയേഷൻ, ടാൻഡം റിപ്പീറ്റ്സ് തമ്മിലുള്ള വേരിയേഷനെ പറയുന്ന പേരെന്താണ്? VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, VNTR. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരുപാട് തിരക്കുണ്ട്, അതിനിടയ്ക്കാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സും അതുപോലെ മോളിക്കുലർ മാർക്കേഴ്സ്, വെക്ടേഴ്സ് ഇവയുടെയൊക്കെ ക്ലാസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.